പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. പുതുവത്സര ആശംസകളോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു പുതിയ ടോപ്പിക്കുമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക്കായിരുന്നു കുട്ടികളും അവിടെ സംഭവിക്കുന്ന ഏകാന്തതയും, ചിൽഡ്രൻ ആൻഡ് ലോൺലിനെസ്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഇറ്റ് ഈസ് മസ്റ്റ്. അതായത് കൗമാരപ്രായവും കൂട്ടുകെട്ടും, അഡോളസൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ ടോപ്പിക്ക് ഞാൻ പ്രത്യേകിച്ച് എടുക്കാൻ കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ടോപ്പിക് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ സമൂഹത്തിലും സംഭവിക്കുന്ന ലേറ്റസ്റ്റ് വികാസങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകളെല്ലാം മുന്നോട്ട് പ്രശ്നങ്ങളായി തീരുന്നതായിട്ട്, കുട്ടികൾ അവരുടെ കൗമാരപ്രായത്തിലെടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, കാരണം നമ്മളും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലോകം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ അഡ്വാൻസ് ടെക്നോളജി. അപ്പം നമ്മളവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ തീരുമാനങ്ങളെടുത്ത് ബാലിശമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും പല സമൂഹത്തിലെല്ലാം നമുക്കത് വീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ കൗമാരപ്രായം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും ഇൻക്ലൂഡഡ് ആണ്. അത് മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മറ്റുള്ള ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ഇതെല്ലാം കടന്നുപോയ ശേഷമേ ലോകത്തു നിന്ന് കടന്നു പോകൂ എന്ന ഒരു സിദ്ധാന്തമാണ്. ഈ കൗമാരപ്രായത്തെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും പലരും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നടത്തിയിട്ടുമുണ്ട്. ആയതിനാൽ ഇത് വലിയൊരു ഇതിഹാസമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിന് ചെറിയ ക്ലൂ തന്നിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കൂടെ വളരുന്ന കുട്ടികൾ, നമ്മുടെ ബന്ധപ്പെട്ട കുട്ടികൾ, അവരെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവിടെ അവർ സ്വീകരിക്കുന്നതായ കൂട്ടുകെട്ടുകളും ഫ്രണ്ട്ഷിപ്പും അവിടുത്തെ തീരുമാനങ്ങളും. ഈ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിരിക്കുന്നതായ ഡിസിഷൻ, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ പ്രായമാണ്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, നമ്മുടെ യൗവനം തുടങ്ങുന്ന ഈ ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. ഇറ്റ് ഇസ് ദ പീരീഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് പുബേർട്ടി. അവിടെ ദൈർഘ്യമേറിയ ഒരു 11-12 വർഷത്തെ കാലയളവാണ്. ഏകദേശം 10 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഈ കൗമാരപ്രായം ഞാനതിനെ 3 ഡിവൈഡ് ചെയ്യുകയാണ്. ദ കാറ്റഗറിക്കൽ 3 കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുന്നു. ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ഇൻ ലാസ്റ്റ് വീഡിയോ. കാരണം ഒരു 11 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ളതായ ആരംഭവും, 15 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള മിഡിൽ സ്റ്റേജും, 18 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ളതായ ലാസ്റ്റ് സ്റ്റേജ്, മീൻസ് ഇനീഷ്യൽ സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് ലേറ്റ് സ്റ്റേജ്. ഈ അവസ്ഥയെ നമ്മൾ 3 തിരിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥകളിൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന വികാസങ്ങൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടുമാണ്. ആയതിനാൽ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ ലൈഫ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോസിറ്റീവായിട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരിക്കലും മാറിപ്പോകില്ല. പക്ഷേ ഈ ആരംഭത്തിലെ സ്റ്റേജിലും മിഡിൽ സ്റ്റേജിലും എടുക്കുന്ന തീരുമാനങ്ങൾ ഫ്ലക്ച്വേറ്റഡ് ആണ്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ശരീരം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്, മറ്റുള്ള ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഈ സമയത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ കുട്ടികൾക്ക് ഒത്തിരി കൂട്ടുകെട്ടുകൾ സ്വീകരിക്കുവാനും തീരുമാനം എടുക്കാനും ഒത്തിരി ആഗ്രഹങ്ങൾ ജനിക്കുന്നതാണ്. ഇറ്റ്സ് എ ബയോളജിക്കൽ. ഞാൻ ആ ബയോളജിക്കലിലേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഫ്ലക്ച്വേറ്റഡ് ആണ്, സ്ഥിരതയില്ലാത്തതാണ്. അവിടെ യുക്തിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നില്ല. അവിടെ വൈകാരികമായിട്ടുള്ളതാണ്, ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ കൈക്കൊള്ളുന്നത്. അത് ലാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ബാലിശമാണ്. ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴാണ്? ഒരു 20, 21, 22 വയസ്സ്. അവിടെ എന്ന് പറയുമ്പോൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളവിടെ ശരിയായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ അവിടെ ആലോചിച്ച് നമ്മുടെ യുക്തിപരമായിട്ടായിരിക്കും
നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഇവിടെ പ്രശസ്തി ആരോഗ്യപരമായിരിക്കുന്നതായ തീരുമാനങ്ങൾ അത് യുക്തിപൂർവത്തിൽ കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. വൈകാരികമായിട്ട് അനാരോഗ്യമായിട്ടിരിക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും കുട്ടികളുടെ ജീവിതത്തെ അനാരോഗ്യമായിട്ട് ബാധിക്കും എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഒരല്പം കഴിയുമ്പോൾ അവർ അഗ്രസീവ് ആവുന്നു. അവരുടെ തീരുമാനങ്ങളുമായിട്ട് അവർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ ആത്മഹത്യ പ്രേരിതരാകുന്നു. അവർ ഇമോഷണലായിട്ട് മറ്റുള്ള കാര്യങ്ങൾ വെറിക്കൂത്തിലേക്ക് പോകുന്നു. അവർ കൊലപാതകത്തിലേക്കും വെറിക്കൂത്തിലേക്കും ഒത്തിരിയും കാര്യങ്ങൾ അവർ ചെയ്യുവാൻ അഭിവാഞ്ച വരുന്നത്. കാരണം അന്ന് അവർ ബാലിശമായിട്ടിരിക്കുന്ന തീരുമാനങ്ങളാണ്. സോ എനിക്കെൻ്റെ മുതിർന്നവരോടും പേരൻസിനോടും പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. മക്കളെ, ഒരു 20, 21, 22 വയസ്സിൽ നിങ്ങൾ മെച്യൂരിറ്റി വന്ന ശേഷം, നിങ്ങളുടെ ബ്രെയിൻ്റെ ഡെവലപ്പ് ആയ ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി, നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായ തീരുമാനങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് വിഷമം വരില്ല. കൂട്ടുകെട്ടുകൾ വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, തീരുമാനങ്ങൾ എടുക്കണം. പക്ഷേ എപ്പോഴും നമ്മളെ അത് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം 1989-90 ഞാൻ ഭോപ്പാലിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ. അന്ന് തിരുമേനി, പിതാവ് ഒസ്താദ് തിരുമേനിയാണ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഞാൻ ജബൽപൂരിൽ നിന്ന് അത് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അന്ന് തിരുമേനി പറഞ്ഞതാണ് ആ കോൺഫറൻസിൽ, വി നീഡ് ഫ്രണ്ട്ഷിപ്പ്. എല്ലാവർക്കും കൂട്ടുകെട്ട് വേണം, എല്ലാവർക്കും ഉചിതമായിരിക്കുന്ന തീരുമാനങ്ങൾ വേണം. പക്ഷേ നിങ്ങൾ കൂട്ടുകെട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ എപ്പോഴും കീപ്പ് വൺ എൽബോ. നിങ്ങളെപ്പോഴും ഒരു എൽബോയിൽ അവരെ സൂക്ഷിക്കണം. ഞാൻ ഇന്ന് ഓർക്കുവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു മേക്ക് ഫ്രണ്ട്ഷിപ്പ്. ലോകത്തിൻ്റെ കൂടെ സഞ്ചരിക്കണം, ബട്ട് യു ഓൾവേസ് കീപ്പ് വൺ എൽബോ. ഒരു എൽബോയുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്. കാരണം ഇന്നത്തെ സിറ്റുവേഷൻ വളരെ മോശമായി, അതെവിടെ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് 1 or 2 ഉള്ളൂ, ആ കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള തീരുമാനങ്ങളും കൂട്ടുകെട്ടുകളും സപ്പോർട്ടേറ്റീവായിട്ട് പോകണമെങ്കിൽ, പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ അവർ ഈ കൗമാരപ്രായത്തിൻ്റെ ബാലിശ്യങ്ങളിലേക്ക് പോകാതെ അതിനെ മനസ്സിലാക്കി ദ ലാസ്റ്റ് സ്റ്റേജ് ഒരു 20, 21, 22 വയസ്സിൽ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഈ ടോപ്പിക്കിലൂടെ എനിക്ക് പറയാനുള്ളത്. അത് കാരണവന്മാർ, അതായത് മാതാപിതാക്കൾ മനസ്സിലാക്കി അവരത് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ളവരാണ്, അവർ നമ്മുടെ ഇടയ്ക്ക് ജീവിക്കേണ്ടതാണ്. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മുന്നോട്ട് വിടണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റിക്സ് പുതുവർഷത്തേന് ഒരു പുതിയ ടോപ്പിക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ കൗമാരവും കൂട്ടുകെട്ടും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ ടോപ്പിക്കുമായിട്ട്. നന്ദി, നമസ്കാരം.